പണ്ട് 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 ഇങ്ങനെ തന്നെ, ഇനിയുള്ള കാലവും ഇങ്ങനെ തന്നെ. തിരുവല്ലയിൽ നിന്ന് വന്ന കുറേ സുന്ദരികളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാഗമണിൻ്റെ മലമുകളുകൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, പ്രകൃതി ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. വാഗമണിൽ നിന്ന് കിരണോടൊപ്പം എക്സ്പ്ലോറിംഗ് കേരളത്തിൻ്റെ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുകൊണ്ട് ഒരു വണ്ടി ആളുകൾ വാഗമണിലെ ടെൻറ്റ് ക്യാമ്പിംഗ് എന്നതാണ്. നമ്മുടെ തിരുവല്ല ലൗഡേൽ ബ്യൂട്ടി പാർലർ സ്റ്റിച്ചിങ് സെൻറ്ററിലെ സ്റ്റാഫുകളും അവരുടെ ഫാമിലിയുമാണ് ഇന്ന് നമ്മുടെ ഇവിടെ ക്യാമ്പിങ്ങിന് വരുന്നത്. പാടില്ല പാടില്ല നമ്മെ നമ്മൾ ഞങ്ങളെല്ലാം കൂടെ ഒരു ട്രെക്കിങ്ങിന് പോവാണ്. അതെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളങ്ങനെ ടെന്റ് ക്യാമ്പിംഗ് സൈറ്റിൽ നിന്ന് നടന്ന് ട്രെക്കിങ്ങിന് വന്നാണ്. ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്നുള്ള സീനറി ഉണ്ട് കണ്ടോ. നമുക്ക് സ്കൈ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കടലാണെന്ന് തോന്നുന്നു, അറിയത്തില്ല, പക്ഷെ അതുപോലൊരു റിഫ്ലക്ഷൻ അങ്ങ് കാണാൻ പറ്റും. അപ്പം വാഗമണിൽ നിന്ന് കടൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയത്തില്ല, പക്ഷെ അത്ര ക്ലിയർ ആയിട്ടൊരു ലൈൻ കാണാൻ പറ്റും. കണ്ടോ, കൊള്ളാം, അടിപൊളി, നല്ല സ്ഥലമാണ്. സൂപ്പർ സൂപ്പർ, അടിപൊളി, സൂപ്പർ സൂപ്പർ. ഇനിയും ഞങ്ങൾ വരും. അടുത്തതായിട്ട് നമ്മൾ നല്ല ഒന്നാം തരം ഒരു കാട്ടിലോട്ട് കയറുവാണ്. കണ്ടോ, മരങ്കേറികളായ കുറെ ആളുകളെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇങ്ങനെയുള്ള യാത്രകളുടെയൊക്കെ വൈബ് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുമ്പോഴാണ്. അതായത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രെക്കിങ്ങിന് പോവുക, അത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ, ഡാൻസ്, ഫുഡ്, ലൈവ് ബാർബിക്യൂ, പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടും ഇതുപോലെ ട്രെക്കിങ് പോവുക, ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് യാത്ര ചെയ്യുക. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള യാത്രകളുടെ ഒരു വൈബ് എന്ന് പറയും. ഓ, ഇവിടെ തീ കത്തിയതാ കേട്ടോ. ഇത് ഈ വാഗമണ്ണിൽ ഒരു സ്ഥിരം പ്രശ്നമാണ്, വരുന്ന ആളുകൾ ഓരോരുത്തർക്ക് തീ ഇടുന്നത് കണ്ടോ. ഈ മരങ്ങളെല്ലാം അടുത്ത മഴയാകുമ്പം പൊട്ടി കിളുത്തും മരങ്ങളാവും, അടിക്കാട് മുഴുവൻ കത്തിപ്പോവും. കണ്ടോ കണ്ടോ, ഇവിടെ മുഴുവൻ കത്തി കിടക്കുന്നതുകൊണ്ട് ആ കളർ തീം കണ്ടോ, മൊത്തം ബ്ലാക്ക് ആൻഡ് ബ്രൗൺ. അടിപൊളി, സൂപ്പർ സൂപ്പർ. പണ്ട് 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 ഇങ്ങനെ തന്നെ, ഇനിയുള്ള കാലവും ഇങ്ങനെ തന്നെ. അടുത്തത് ക്യാമ്പ് ഫയർ. അങ്ങനെ രാത്രിയിലെ ഫുഡും ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഡാൻസും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ടെൻറ്റ് ക്യാമ്പിൽ ഉറക്കം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടെൻറ്റിനകത്ത് കിടന്നത്. അതെ, ടെൻറ്റിനകത്ത് കിടന്ന പുളിയായിരുന്നു.
അത് തന്നെ അതെ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു ഇതില്ല. നല്ല അടിപൊളിയായിരുന്നു. ക്യാമ്പ് ഫയർ എല്ലാം അടിപൊളി. ക്യാമ്പ് ഫയർ ഡാൻസ് ഇഷ്ടപ്പെട്ട ആരുമില്ലേ? ഉണ്ട്, അതല്ല ഞാൻ പറഞ്ഞ ക്യാമ്പ് ഫയർ അടിപൊളിയായിരുന്നു. ഡാൻസ് എല്ലാം മൊത്തത്തിൽ എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇവിടെ അടിച്ച് പൊളിച്ചിട്ട് ഇന്ന് ഇവർ ഇവിടെ നിന്ന് തിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവർ രാവിലെ ഇവിടെ നിന്ന് തിരിക്കുവാണ്. ഇന്നലത്തെ ക്യാമ്പിങ് എല്ലാം അടിപൊളിയായിരുന്നു. രാവിലത്തെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, അപ്പവും ഇടിയപ്പവും മുട്ടക്കറിയും കടലക്കറിയും എല്ലാം ഉള്ള വിപുല സമൃദ്ധമായ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇനി ഇതുപോലെ വരിക. അപ്പം അങ്ങനെ ഒരു ക്യാമ്പിങ് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഗെറ്റ് ടുഗദറിനൊക്കെ ഒരു അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ്. അപ്പം ടെൻറ്റ് ക്യാമ്പിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ താല്പര്യമുള്ളവർ www.explore-kerala-with-us എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കിടപ്പുണ്ട്. അതിനകത്ത് കയറി നോക്കുക, ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ഈ മൊബൈൽ നമ്പറിൽ തന്നെ വിളിക്കുക, നമ്മളെല്ലാം അടിപൊളി സെറ്റാക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്.